കർത്താവിൽ പ്രിയരെ, ദൈവത്തിന്റെ ഒരു മറുപടി കേൾക്കാൻ പോകുക. ഇതുവരെ നിങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ, അഭ്യാജകളൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കും. അത് തന്നെയായിരിക്കാം നിങ്ങളുടെ ചെവിയിൽ മുഴുകിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുക, ഒരു പ്രവചന ശബ്ദത്തോടെ പറയുന്നു, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ പോകുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 46 മുതലുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ, യേശു കർത്താവ് യെരിഹോവിലെത്തി. യെരിഹോവിൽ നിന്ന് യാത്ര തിരിച്ച് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായി ബർത്തിമായി എന്ന കുരുടൻ വരികരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുക. അവൻ നിലവിളിക്കണം, യേശുവാണ് വരുന്നതെന്ന് അറിഞ്ഞ്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞു, കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു 48, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. പലരും പറഞ്ഞു മിണ്ടാതിരിക്കും. പക്ഷെ അവൻ ഏറ്റവും അധികം വീണ്ടും നിലവിളിച്ച്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. ദൈവമേ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ, നിരാശയുടെ വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കാം. എങ്കിലും കർത്താവിനുള്ള വിശ്വാസത്താൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറായ. ബൈബിൾ പറയുന്നു, യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇതുപോലൊരു ശബ്ദം കേൾക്കാൻ പോവുകയാണ്. വിടുതലിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അവർ ചാടി എഴുന്നേറ്റ് കർത്താവിന്റെ അടുക്കൽ വന്നു. നിനക്കെന്തവിടെ സൗഖ്യമാണ്? കർത്താവിനെ സൗഖ്യമാക്കി, കാഴ്ച പ്രാപിച്ചു. ആ വഴിയാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. അവനെ ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ഇടയാക്കി. ഇന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കിടക്കുന്ന ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം കർത്താവ് തരാൻ പോകുകയാണ്. ധൈര്യമായിരിക്കാം, വിഷയത്തിന് വിടുതൽ ദൈവത്താൽ സംഭവിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതമായി നിങ്ങളുടെ ജീവിതം മാറട്ടെ.